പാളയം മാർക്കറ്റിൽ നിലനിന്ന ഗുണ്ടാ പിരിവിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിലാകെ കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. ഇതൊക്കെ തന്നെ പുനർലേലം ചെയ്യാൻ തീരുമാനിച്ചു. പലർക്കും വേദനിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തറവാട് പോലെ കൊണ്ടുനടന്ന പലർക്കും വേദനിച്ചിട്ടുണ്ട്. പക്ഷേ അഴിമതിയുടെയും അക്രമത്തിൻ്റെയും ഗുണ്ടായുസത്തിൻ്റെയും വലിയൊരു കോട്ടയാണ് തകർക്കാൻ സാധിച്ചത്. വർഷങ്ങളോളം ഈ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ലോകത്തിന് മുഴുവനും അറിയാവുന്നു. ക്യാൻസർ രോഗം ബാധിച്ചൊരു വീട്ടമ്മ ജീവിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും 500 രൂപ ഒരു കൊട്ടം മീനിന് കൊടുക്കാത്തതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു മീൻ എടുത്തു കൊണ്ടുപോകുന്ന അവിടുത്തെ ഗുണ്ടാപ്പിരിവ് അവസാനിപ്പിച്ചതും അതോടൊപ്പം തന്നെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയതും അതോടൊപ്പം തന്നെ മുടവും മുകളിലൊരു കല്യാണം ഉണ്ടാവും. മുടവും മുകളൊക്കെ ആരാണ് കൈകാര്യം ചെയ്തതെന്നും അറിയാം. വർഷങ്ങളായിട്ട് ഈ കടകളുടെ അവസ്ഥ പലരുടെ കണക്കില്ല. ഇവിടെ പല കടകളും ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ള കണക്ക് ഇവിടെ ഇല്ല. ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പാർക്കിങ്ങിൻ്റെ പേരിലുള്ള ഈ കൊള്ള അവസാനിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ കൂടി ഈ കോർപ്പറേഷൻ ഭരണസമിതി മുന്നോട്ട് വയ്ക്കും. പല സ്ഥലങ്ങളിലും അഴിമതി വ്യാപകമായിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഒരുപാട് അതിൽ വസ്തുതയുണ്ടായിരുന്നു. അത് പരമാവധി അവസാനിപ്പിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ആദ്യം തന്നെ തുടങ്ങിയത്. വളരെ മുമ്പ് തന്നെ പാളയം മാർക്കറ്റിൽ നിലനിന്ന ഗുണ്ടാ പിരിവിനെക്കുറിച്ചുള്ള ആരോപണങ്ങൾ, വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിലാകെ കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ടായിരുന്നു. നേരിട്ട് അനുഭവിച്ചിട്ടുള്ളവരാണ്. ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്കും പോകില്ല. കാരണം നമ്മൾ മാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് ഞാൻ എൻ്റെ ഓരോ കാര്യങ്ങളിലും പോലെ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കൊക്കെ ഈ കാര്യങ്ങൾ അറിയാവുന്നതാണ്. പക്ഷേ വളരെ വലിയൊരു മുന്നൊരുക്കം, എല്ലാ രേഖകളും പരിശോധിച്ച് അർഹരായ ആർക്കും തന്നെ ഒരു വാക്ക് കൊണ്ടുപോലും വേദന ഉണ്ടാകരുത്, അർഹരായ എല്ലാ കച്ചവടക്കാർക്കും സംരക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ വലിയൊരു മാസങ്ങൾ നീണ്ടുന്ന ഒരു മുന്നൊരുക്കം നടത്തിയിട്ടാണ് അവിടുത്തെ ഗുണ്ടാപ്പിരിവ് അവസാനിപ്പിച്ചതും അതോടൊപ്പം തന്നെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റിയതും. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഒരു ദിവസം പോയിട്ട് ഞങ്ങൾക്കൊരു 2 കട മാത്രമേ മാറ്റിയുള്ളൂ ഞങ്ങൾ. കാരണം ഒരു ചെറിയ സംശയം വന്നു. മറ്റു 3-4 കടകൾ മാറ്റുമ്പോഴേക്കും ഏതോ ചില രേഖകളിൽ അത് ഔദ്യോഗികമാണ് എന്നൊരു ചർച്ച വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം 3 ദിവസം എടുത്ത് ആ രേഖകളൊക്കെ പരിശോധിച്ച് ഉത്തമ ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കടകളൊക്കെ തന്നെ പൊളിച്ചു മാറ്റിയത്. അതിലൂടെ അഴിമതിയുടെയും അക്രമത്തിൻ്റെയും ഗുണ്ടായുസത്തിൻ്റെയും വലിയൊരു കോട്ടയാണ് തകർക്കാൻ സാധിച്ചത്. അതിന് അവിടെ നടന്ന ഇത്തരത്തിലുള്ള ഗുണ്ടാപിരിവുകൾക്കും അക്രമങ്ങൾക്കും വർഷങ്ങളോളം ഈ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വളരെ വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത ലോകത്തിന് മുഴുവനും അറിയാവുന്നതാണ്. ആർക്കും തന്നെ അതിനെ എതിർക്കാൻ സാധിക്കാത്തത് ചെയ്തതെല്ലാം നിയമവിധേയമായിരുന്നതുകൊണ്ടും കോർപ്പറേഷൻ ചെയ്ത എല്ലാ നടപടികളും നിയമവിധേയമായിരുന്നതുകൊണ്ടും അവിടെ നടന്നിരുന്നത് പലതും തന്നെ നിയമവിരുദ്ധമായിരുന്നതുകൊണ്ടുമാണ് ഒരാളിന് പോലും അതിനോട് വിയോജിക്കാൻ സാധിക്കാത്തത്. ഇതാണ് ഈ ഭരണസമിതി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ 6 മാസമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജനങ്ങളുടെ ജീവൻ, അവരുടെ ജീവനിൽ ഭയക്കാതെ അവർക്ക് അവിടെ പോയി ചെന്ന് പച്ചക്കറിയും മീനും വാങ്ങാൻ സാധിക്കുന്നു. അവിടെ വരുന്ന കച്ചവടക്കാർ, ഞാൻ പലപ്പോഴും പറഞ്ഞാണ്, നിങ്ങൾക്ക് അവിടെ പരിശോധിച്ചാൽ ക്യാൻസർ രോഗം ബാധിച്ചൊരു വീട്ടമ്മ ജീവിക്കാൻ വേണ്ടി വന്നപ്പോഴേക്കും 500 രൂപ ഒരു കൊട്ടം മീനിന് കൊടുക്കാത്തതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു മീൻ എടുത്തു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം വരുന്നു. ആ സാഹചര്യം നമ്മുടെ സ്റ്റേറ്റ് ക്യാപിറ്റലിൽ, ഹാർട്ട് ഓഫ് ദ സിറ്റി, നഗര ഹൃദയത്തിൽ നടക്കുകയാണ്. ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരം പോലും ഇല്ല, നടക്കുകയാണ്. അതിനെ അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നത്. മറ്റൊന്ന്, നമുക്ക് നിരവധി കടകളുണ്ട്. സത്യത്തിൽ ആദ്യം ഫിനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേയർ ആവശ്യപ്പെട്ടു, തിരുവനന്തപുരം കോർപ്പറേഷൻ എത്ര കടകളാണ് ആദ്യമുള്ളതെന്ന്. അത് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. കൃത്യമായിട്ടുള്ള കണക്ക് അവർക്കും പറയാൻ സാധിക്കുന്നില്ല. അവർ പറഞ്ഞ കണക്കൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതിനുശേഷം ഒരു ആവശ്യമായ സമയം കൊടുത്ത് ഞങ്ങൾ വിലയിരുത്തിയപ്പോഴേക്കും 973 കടകൾ ഉണ്ടെന്നുള്ളൊരു കണക്കാണ് എൻ്റെ മുമ്പ് അവർ പറഞ്ഞത്. ആദ്യം പറഞ്ഞാൽ അതിൻ്റെ 10-ഒന്നുമില്ല. എല്ലാം മീറ്റിങ്ങുകളുടെ മിനിറ്റ്സ് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ എല്ലാ രേഖകളും പുറത്തു വിടുന്നത് ശരിയല്ല ഒരു ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം. ഈ കടകളുടെ അവസ്ഥ പലരുടെ കണക്കില്ല. ഇവിടെ പല കടകളും ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്നുള്ള കണക്ക് ഇവിടെ ഇല്ല. ഏതൊക്കെയാണ് ടാർപ്പാലിൻ വലിച്ചു കെട്ടിയിരിക്കുന്നത്, ഏതൊക്കെയാണ് ഫ്ലക്സ് വെച്ച് മറച്ചിരിക്കുന്നത്, ഏതൊക്കെയാണ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതിനുള്ള കണക്കില്ല. ആ കണക്കുകളുടെ പരിശോധന വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാർച്ച് 31 കാലാവധി അവസാനിച്ച എല്ലാ കടകളും തന്നെ വീണ്ടും ലേലം ചെയ്യാൻ തീരുമാനിച്ചു. ഇവിടെ അങ്ങനെ ഒരു പരിപാടിയേ ഇല്ലായിരുന്നു. ആരാണോ 50 വർഷം മുമ്പ് എടുത്ത് അവർക്ക് തന്നെ പുതുക്കി കൊടുക്കുമായിരുന്നു. 5%, 10% നാമമാത്രമായ തുക കൂട്ടിക്കൊണ്ട്. ഇതൊക്കെ തന്നെ പുനർലേലം ചെയ്യാൻ തീരുമാനിച്ചു. പലർക്കും വേദനിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരിക്കുന്ന തറവാട് പോലെ കൊണ്ടുനടന്ന പലർക്കും വേദനിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. മാർച്ച് 31 കാലാവധി കഴിഞ്ഞത്, മുൻപ് കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാത്ത കടകളൊക്കെ വലിയ ജോലിയാണ്. രാത്രി 10-11 മണി വരെ എവിടെയും ചെയ്യുന്നത് ഈ രേഖകൾ പരിശോധനയും ജോലിയുമാണ്. ഇന്ന് ഞായറാഴ്ചയായിട്ട് പോലും മേയർ സെക്ഷനിലെ ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. ഞാൻ വരാൻ പറഞ്ഞിട്ടല്ല, പത്രസമ്മേളനം ഉണ്ട്, അതിൻ്റെ രേഖകളൊക്കെ എടുത്ത് തരണമെന്ന് കരുതിയിട്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. മേയർ സെക്ഷനിലെ 4 ജീവനക്കാരെ വന്നിട്ട് ഞാൻ ചോദിച്ചു,
നിങ്ങളൊന്ന് ഞായറാഴ്ച കണ്ട വരാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ പത്രസമ്മേളനം നടത്തിയിട്ട് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സഹായിക്കാമെന്ന് നിങ്ങൾ കണ്ടിട്ട് പോകും. ഞാൻ വരാൻ പറഞ്ഞിട്ടില്ല അവരോട്. ഫോട്ടോഗ്രാഫറോട് മാത്രമാണ്, പ്രശാന്തിനോട് മാത്രമാണ് പത്രസമ്മേളനം അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ വരികയാണ് ഇവിടെ നടക്കുന്ന വർക്കിൻ്റെ ഗ്രാവിറ്റി കണ്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജീവനക്കാർ ഞങ്ങളോട് നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. ആറ്റുകാൽ പാർക്കിംഗ് സമയത്ത് പെട്ടെന്ന് കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. അത് ആ ശ്രീവരാമൻ ഭാഗത്തൊക്കെ ഇതിൻ്റെ അപ്പുറം നടക്കുകയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് രാത്രി അറിയിപ്പ് കിട്ടിയതിന് ശേഷം ഓടിയെത്താൻ സാധിച്ചില്ല. 3 സ്ഥലത്ത് സംഭവം നിങ്ങൾ കണ്ടല്ലോ. SMB സ്കൂൾ, ബഹുമാനപ്പെട്ട അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി മറുപടി പറയണം. SMB സ്കൂൾ ഞങ്ങൾ അന്വേഷിച്ചപ്പം വർഷങ്ങളായി നടക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ ഗാന്ധി പാർക്ക്, അതോടൊപ്പം തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത്, ഇത് 3 സ്ഥലത്ത് ഞാൻ നേരിട്ട് പോയതുകൊണ്ടാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ 100 കണക്കിന് സ്ഥലങ്ങളിൽ നാലാഞ്ചിറ മുതൽ ആറ്റുകാൽ പൊങ്കാല വരുന്ന പ്രദേശങ്ങളിലായി 100 കണക്കിന് പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ ഇത്തരത്തിലുള്ള തീവെട്ടിക്കൊള്ള നടക്കുകയാണ്. തിരുവനന്തപുരത്ത് പിടിച്ചുപറിയും കൊള്ളയുമാണ് വാഹന പാർക്കിൻ്റെ പേര് നടക്കുന്നത് എന്നുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും അറിവുള്ളവർ 1 ഇഞ്ച് പോലും ഒരു വിരലും അനക്കില്ല. ഇത് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ നേരിട്ട് പോയി ചെന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഭരണസമിതി കഴിഞ്ഞ 6 മാസത്തിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയുടെ തയ്യാറെടുപ്പിൽ ഞങ്ങൾ വിശദമായിട്ട് ചർച്ച നടത്തിയപ്പോഴൊന്നും ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അടുത്ത വർഷം ചർച്ച തുടങ്ങുമ്പോൾ തന്നെ പാർക്കിങ്ങിൻ്റെ പേരിലുള്ള ഈ കൊള്ള അവസാനിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ കൂടി ഈ കോർപ്പറേഷൻ ഭരണസമിതി മുന്നോട്ട് വയ്ക്കും. ചർച്ചയിൽ അത് ഉൾപ്പെടുത്തും. അതിൽ ബഹുമാനപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവുമല്ലോ. അവർ മേയർക്ക് നേരിട്ട് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അവരെ മുമ്പാകെ വയ്ക്കും, തെളിവ് സഹിതം വയ്ക്കും. അതിലൊരു തീരുമാനം എടുത്തിട്ട് മുമ്പോട്ട് പോകുള്ളൂ. മറ്റൊന്ന്, നമുക്ക് കോർപ്പറേഷൻ, നിങ്ങളൊക്കെ ഇതൊക്കെ അറിയണം, അവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ എല്ലാവരും ഇത് അറിയണം. കോർപ്പറേഷന് കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് കോർപ്പറേഷനുണ്ട്. 100 കണക്കിന് കോടി രൂപയുടെ അസറ്റ് കോർപ്പറേഷനുണ്ട്. അതിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ മാസം നമുക്ക് വരുമാനം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ കോർപ്പറേഷന് ഫണ്ടിന് വേണ്ടി അത്യാവശ്യ കാര്യങ്ങൾക്കൊന്നും ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അത്രത്തോളം അസറ്റ് ഉണ്ട് ഈ കോർപ്പറേഷന്. 2 കല്യാണ മണ്ഡപങ്ങൾ ഞങ്ങൾ ഈ ഭരണസമിതി മോചിപ്പിച്ചിട്ടുണ്ട്. കരാള ഹസ്തങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു. ഒന്ന്, നാളത്തെ നമ്മുടെ കൗൺസിൽ റിപ്പോർട്ട് ചെയ്യും. സെക്രട്ടറിയോട് നിങ്ങളൊക്കെ കേൾക്കുന്നുണ്ടാവില്ല, കഴിഞ്ഞ ഒരു കല്യാണ മണ്ഡപത്തെക്കുറിച്ച് വന്ന ഒരു ആരോപണം, അത് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ സെക്രട്ടറിയോട് പറഞ്ഞു. സെക്രട്ടറി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഫയൽ നാളെ ടേബിളിൽ വയ്ക്കും. കമലേശ്വരത്ത് കല്യാണ മണ്ഡപം അത് മോചിപ്പിച്ചു. അതോടൊപ്പം തന്നെ മുടവുമ്പോളിലൊരു കല്യാണ മണ്ഡപം, മുടവുമ്പോളൊക്കെ ആരാണ് കൈകാര്യം ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. വർഷങ്ങളായിട്ട് അവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. ആ കല്യാണ മണ്ഡപം കരാറുകാരനും കോർപ്പറേഷനും തമ്മിലുള്ള എഗ്രിമെൻ്റ് അവസാനിച്ചിട്ട് വർഷങ്ങളായി. പക്ഷേ കരാറുകാരൻ നടത്തിക്കൊണ്ടിരിക്കുക, 1 രൂപ കോർപ്പറേഷനിൽ അടയ്ക്കുന്നില്ല. അന്വേഷിച്ചൊക്കെ പോയിട്ട് അത് ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചർച്ച വരികയും ശ്രദ്ധയിൽപ്പെട്ട ആ ദിവസം ഉച്ചയ്ക്ക് തന്നെ നമ്മുടെ നോൺ ടാക്സ് സെക്ഷനിലെ ഇൻചാർജിനോട് അവിടെ പോയി റവന്യൂ ഓഫീസർ ലീവ് ആയതുകൊണ്ട് അതിന് ചാർജ് ആയിട്ടുള്ള ഓഫീസറോട് അവിടെ പോകാനും അദ്ദേഹം പരിശോധിച്ചപ്പോഴേക്കും ഉദ്യോഗസ്ഥർ തന്നെ നെട്ടിപ്പോയി. അപ്പം തന്നെ 2:30 മണിക്ക് തന്നെ സ്റ്റിയറിംഗ് കമ്മിറ്റിയോ 1:30 മണിക്ക് കഴിഞ്ഞ് 2:30 മണിക്ക് തന്നെ അദ്ദേഹം അവിടെ എത്തി. ആ കല്യാണ മണ്ഡപത്തിൽ നടന്ന അനധികൃത ഇടപാടുകൾ കണ്ട് പൂട്ടിയിട്ട് താക്കോലോടെ കൊണ്ടുവന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ചിങ്ങമാസത്തിലേക്ക് കല്യാണം ബുക്ക് ചെയ്തിട്ടുള്ള പലരും ഞങ്ങളെടുത്ത് വരികയാണ്. അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് കല്യാണം ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇത്ര രൂപ ഇന്ന വ്യക്തിക്ക് അടച്ചു. ആ വ്യക്തിയും കോർപ്പറേഷനായിട്ട് ഒരു കരാറുമില്ല, ഒരു രേഖയില്ല. ഒരു വ്യക്തി പൈസ വാങ്ങിച്ചിട്ട് നടത്തിക്കൊണ്ടിരിക്കുക. അഡ്വാൻസ് 3000 രൂപ കൊടുത്തു, ഇനി 16,000 രൂപ അടയ്ക്കണം, ഞങ്ങൾക്ക് താക്കോല്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കല്യാണം മുടങ്ങണ്ട, ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ചടങ്ങാണ്, അത് മുടങ്ങാൻ പാടില്ല. അതിന് ബാക്കി എന്താണ് നിയമപരമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർക്ക് കല്യാണത്തിന് അനുവദിച്ചു കൊടുക്കണമെന്ന് മേയർ എന്നുള്ള സെക്രട്ടറിയോട് പറഞ്ഞു. ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരാളുടെയും ഒരു ചടങ്ങും ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞങ്ങളത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ 16,000 രൂപ ആ വ്യക്തി വാങ്ങിക്കും. അതിനുശേഷം വേറൊരാൾ കൊടുത്തിരുന്നത് 13,000 രൂപയ്ക്കാണ്. അയാൾ വൈകുന്നേരം മേയർ ജനങ്ങളെ കാണുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു ഭാഗ്യത്തിന് അവിടെ അഡ്വാൻസ് ഒന്നും അടച്ചിട്ടില്ല, 13,000 രൂപ പറഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞു ആ പൈസ കോർപ്പറേഷനിൽ അടച്ചിട്ട് നിങ്ങൾ താക്കോൽ വെച്ചിട്ട് കല്യാണം നടത്തണമെന്ന് പറഞ്ഞു. ഹെൽത്ത് ഇൻസ്പെക്ടറോട് ക്ലെയിം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 കല്യാണ മണ്ഡപങ്ങളെ മോചിപ്പിച്ചു. നിങ്ങൾ കമലേശ്വരത്തും മുടവുമുള്ളിലും പോയി മണ്ഡപങ്ങളിലൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇതുപോലെ 100 കണക്ക്, 100-2 അല്ല, 100 കണക്കിന് കോർപ്പറേഷൻ്റെ കെട്ടിടങ്ങൾ പലയിടത്തും സ്വകാര്യ വ്യക്തികൾ കൈകാര്യം ചെയ്യുകയാണ്. ഇതിലൊക്കെ തന്നെ CPM-ൻ്റെ പ്രാദേശിക നേതാക്കന്മാരുടെ പ്രധാനപ്പെട്ട വരുമാനം ഈ ഹാളുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കോർപ്പറേഷൻ്റെ അസറ്റും കൈകാര്യം ചെയ്യുന്നതാണ്. അതൊക്കെ തന്നെ ഒന്നൊന്നായി കണ്ടെടുത്ത് അതിൻ്റെ അടിവേരിറക്കുന്ന നടപടിയാണ് കഴിഞ്ഞ 6 മാസം കൊണ്ട് ഈ ഭരണസമിതി രാത്രിയും പകലുമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്.